ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ 2022 SLC എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടാൻ എക്സ് ഇഫ് എക്സ് ഈക്വൽ ടു 30 ഡിഗ്രി? എക്സ് ഈക്വൽ ടു 30 ഡിഗ്രി ആയാൽ ടാൻ എക്സ് എത്ര? ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 30 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടാൻ എക്സ്, അതായത് ടാൻ 30 ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ടേബിളിൽ ടാൻ 30 ഡിഗ്രി എത്രയാണ്? 1/√3 ആണ്. അതായത് ദ വാല്യൂ ഓഫ് ടാൻ എക്സ് ഇഫ് എക്സ് ഈക്വൽ ടു 30 ഡിഗ്രി ഈസ് 1/√3. എക്സ് ഈക്വൽ ടു 30 ഡിഗ്രി ആയാൽ ടാൻ എക്സ് 1/√3 ആണ്. അടുത്ത ചോദ്യം, എ ലാഡർ ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ. The ladder makes an angle 60 degree with the floor. Length of the ladder is 6 meters. What is the height of the top of the ladder from the ground? How far is the foot of the ladder from the wall? 6 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഏണി തറയുമായി ഉണ്ടാക്കുന്ന കോൺ 60 ഡിഗ്രിയാണ്. ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് എത്ര അകലെയാണ്? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് ഒരു റഫ് ഫിഗർ അഥവാ ഒരു ഏകദേശ ചിത്രം വരയ്ക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? എ ലാഡർ ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ. 6 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഇതാണ് ഫ്ലോർ, ഇതാണ് വാൾ അഥവാ ഭിത്തി. ഇതിലേക്ക് ഒരു ഏണി അല്ലെങ്കിൽ ലാഡർ ചാരി വെച്ചിട്ടുണ്ട്. ആ ലാഡറിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 മീറ്റർ ആണ്. ദ ലാഡർ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ഫ്ലോർ. ഏണി തറയുമായി ഉണ്ടാക്കുന്ന കോൺ 60 ഡിഗ്രിയാണ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അഥവാ മട്ട ത്രികോണമാണ്. ഈ ആംഗിൾ എത്ര വരും? 90 ഡിഗ്രിയാണ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്. ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? അതായത് ഈ ലെങ്ത് ആണ് അഥവാ നീളമാണ് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേതോ ദ ഫൂട്ട് ഓഫ് ദ ലാഡർ ഫ്രം ദ വാൾ. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് എത്ര അകലെയാണ്? അതായത് ഈ ഡിസ്റ്റൻസ് അഥവാ നീളമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതെന്ന് പറയുന്നത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് അഥവാ എതിർവശമാണ്. ഇനി ഇതോ 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമാണ്. ഇതെന്താണ്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അഥവാ മട്ടത്രികോണമാണെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് 6 മീറ്റർ. അതെന്താണ്? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും കണ്ടുപിടിക്കാം. ഇനി ആദ്യത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഏതാണ്? സൈൻ എക്സ് ഡിഗ്രിയാണ്. സൈൻ എക്സ് ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അഥവാ എതിർവശം ബൈ കർണമാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ എക്സ് ഡിഗ്രി എന്താണ്? സൈൻ 60 ഡിഗ്രിയാണ്. ഈ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും സൈൻ 60 ഡിഗ്രി എത്രയാണ്? √3/2 ആണ്. സൈൻ 60 ഡിഗ്രി എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 6 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ബൈ ഈക്വൽ ടു √3/2. ഇനി ഇതിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ? Therefore ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു √3/2 ഇൻറ്റു 6 എന്ത് വരും? 6ന്റെ പകുതി 3 ആണ്. 3 ഇൻറ്റു √3 എന്ത് വരും? 3√3. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് സൈഡ് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 3√3 ആണ്. അതായത് ദ ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട് ഈസ് 3√3 മീറ്റർ. അഥവാ ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് 3√3 മീറ്റർ ഉയരത്തിലാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം,
രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അഡ്ജസന്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഏതാണ്? കോസ് എക്സ് ഡിഗ്രിയാണ്. എന്താണ് കോസ് എക്സ് ഡിഗ്രി? കോസ് എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ എക്സ് ഡിഗ്രി എന്താണ്? കോസ് 60 ഡിഗ്രി. ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കോസ് 60 ഡിഗ്രി എത്രയാണ്? 1/2 ആണ്. അതായത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 6 മീറ്റർ ഈക്വൽ ടു 1/2 ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ? ദെർഫോർ അഡ്ജസന്റ് സൈഡ് ഈക്വൽ ടു 1/2 ഇൻറ്റു 6, അതായത് 6ന്റെ പകുതി എത്രയാണ്? 3. 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം എത്രയാണ്? 3 ആണ്. അതായത് the distance between the foot of the ladder from the wall is 3 meters. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് 3 മീറ്റർ അകലെയാണ്. അടുത്ത ചോദ്യം, two sides of a parallelogram are 20 centimeters and 10 centimeters. If the angle between them is 40 degree, what is the height of the parallelogram? Find the area of the parallelogram. ഒരു സാമാന്തരികത്തിന്റെ രണ്ട് വശങ്ങൾ 20 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ആണ്. അവയ്ക്കിടയിൽ കോൺ 40 ഡിഗ്രി ആയാൽ ഈ സാമാന്തരികത്തിന്റെ ഉയരം എത്ര? ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണുക. ഇവിടെ നമുക്കൊരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. പാരലലോഗ്രാമിന്റെ രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ട്. ഒന്ന് 20 സെന്റിമീറ്റർ ആണ്, ഒന്ന് 10 സെന്റിമീറ്റർ ആണ്. അവയ്ക്കിടയിലുള്ള ആംഗിൾ 40 ഡിഗ്രിയാണ്. ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പാരലലോഗ്രാം? ഈ പാരലലോഗ്രാമിന്റെ ഉയരം കണക്കാക്കണം. അതായത് ഈ സൈഡ് മുതൽ ഈ സൈഡ് വരെയുള്ള ഉയരം, ഈ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, അഥവാ ഒരു മട്ട ത്രികോണമാണ്. അതിലെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 40 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ത് വിളിക്കും? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. അപ്പൊ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ്. ഹൈപ്പോട്ടന്യൂസും ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എങ്ങനെ കണ്ടുപിടിക്കും? സൈൻ എക്സ് ഡിഗ്രി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? സൈൻ എക്സ് ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇനി സൈൻ എക്സ് ഡിഗ്രി എത്രയാണ്? സൈൻ 40 ഡിഗ്രി. ഇവിടെ ആംഗിൾ നമുക്ക് 40 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. സൈൻ 40 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.64. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 10 ആണ്. ഈക്വൽ ടു എത്രയാണ്? 0.64 ആണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു, അഥവാ 40 ഡിഗ്രിയുടെ എതിർവശം എന്നത് 0.64 ഇൻറ്റു 10 ആണ്. ഇതെങ്ങനെയാണ് ഗുണിക്കുക? 64 ഇൻറ്റു 10 ചെയ്യണം. ഡെസിമൽ പോയിന്റ് എല്ലാം മാറ്റി ഗുണിക്കുക. 0 ഇൻറ്റു 4 എത്രയാണ്? 0. 0 ഇൻറ്റു 6 എത്രയാണ്? 0. 1 ഇൻറ്റു 4 എത്രയാണ്? 4. 1 ഇൻറ്റു 6 6. ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 0 0 പ്ലസ് 4 4 6 ഇറക്കി എഴുതി. നമുക്ക് എത്ര ഉത്തരം കിട്ടുന്നത്? 640. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് ഇവിടെ? 6ഉം 4ഉം, 2 സംഖ്യകളുണ്ട്. അപ്പോൾ ഇവിടെയും 2 സംഖ്യകളുടെ പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇടുക. അതായത് ഈ പാരലലോഗ്രാമിന്റെ ഹൈറ്റ് എന്നത് എത്രയാണ്? 6.4 സെന്റിമീറ്റർ ആണ്. Therefore, height equal to 6.4 സെന്റിമീറ്റർ. അഥവാ ഈ സാമാന്തരികത്തിന്റെ ഉയരം 6.4 സെന്റിമീറ്റർ ആകുന്നു. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഏരിയ ഓഫ് പാരലലോഗ്രാം അഥവാ സാമാന്തരികത്തിന്റെ പരപ്പളവ്. പാരലലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. വീതി ഇൻറ്റു ഉയരം. ഇവിടെ ബേസ് എന്നത് എന്താണ്? ഇതാണ് ബേസ് എന്ന് പറയുന്നത്. അത് എത്രയാണ് തന്നിട്ടുള്ളത്? 20 സെന്റിമീറ്റർ ആണ്. ഈക്വൽ ടു 20 ഇൻറ്റു ഈ പാരലലോഗ്രാമിന്റെ ഉയരം എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 6.4 സെന്റിമീറ്റർ. ഇനി ഇത് രണ്ടും ഗുണിക്കണം. എങ്ങനെയാണ് ഇത് ഗുണിക്കുക? 20 ഇൻറ്റു 64. ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഗുണിക്കണം. 4 ഇൻറ്റു 0 0. 4 ഇൻറ്റു 2 8 ആണ്. 6 ഇൻറ്റു 0 0. 6 ഇൻറ്റു 2 എത്രയാണ്?
12. ഇനി ഇത് കൂട്ടണം. 0 ഇറക്കി എഴുതി, 8 ഇറക്കി എഴുതി, 2, 1. അതായത് 20 × 6.4 എത്ര വരും? 1280. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര സംഖ്യകളുണ്ട്? ഒരു സംഖ്യയാണ്. അപ്പോൾ ഒരു സംഖ്യ കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് ഇടുക. അതായത് പാരലലോഗ്രാമിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണ്? 128 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2021 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്